സൗദിയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വരുന്ന മെയ് മാസത്തോടെ സാധ്യമാകുമെന്ന് റഹീം നിയമസഹായ സമിതി വ്യക്തമാക്കുന്നു. മെയിൽ 20 വർഷം തടവ് ശിക്ഷ പൂർത്തിയാവുകയാണ്. കൂടുതൽ ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയ സുപ്രീംകോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് റഹീം സംരക്ഷണ സമിതി പ്രതികരിച്ചു. റഹീമിന് അനുകൂലമായ വിധി അപ്പീൽ കോടതി അത് നിലനിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 20 വർഷത്തെ തടവ് ഏകദേശം അടുത്ത മെയ് മാസത്തോടു കൂടി അവസാനിക്കും. മെയ് മാസത്തിൽ അദ്ദേഹത്തെ നമുക്ക് നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഏതായാലും ശരി, 20 വർഷത്തെ ഈ കാലയളവിൽ ഒരുപാട് ത്യാഗങ്ങൾ ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നന്ദി പറയാനുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ്റിനോട്, ഇന്ത്യ ഗവൺമെൻറ്റിനോടും, അതുപോലെ തന്നെ നമുക്കറിയാം സൗദി ഗവൺമെൻറ്റിനോട് പോലും നന്ദി പറയാതിരിക്കാൻ വയ്യ. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 20 വർഷം ശിക്ഷ അത് മതി എന്ന തീരുമാനത്തിലേക്ക് സുപ്രീംകോടതിയും എത്തുന്നു. അപ്പോൾ അത് വരുന്ന മെയ്യിൽ പൂർത്തിയാവുകയാണ്. എന്താണിപ്പോൾ കുടുംബം പറയുന്നത്, ഈ സംരക്ഷണ സമിതിയും? സ്മൃതി, 20 വർഷത്തേക്കാണ് അബ്ദുൾ റഹീമിന് കോടതി ശിക്ഷ വിധിച്ചത്. ഇതിനെതിരെയായിരുന്നു പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ പോയത്. കഴിഞ്ഞ ദിവസം ഈ പ്രോസിക്യൂഷന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. അതോടുകൂടി തന്നെ അടുത്ത വർഷത്തോടെ അബ്ദുൾ റഹീമിന് ജയിൽ മോചിതനാകാനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. മറ്റ് നിയമ നടപടികൾ അബ്ദുൾ റഹീം ഇനി നേരിടുകയും ചെയ്യേണ്ട. ഇത് തന്നെയാണ് ഇപ്പോൾ നിയമസഹായ സമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. 2006 അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത വർഷത്തോടുകൂടി 20 വർഷം അബ്ദുൾ റഹീം ജയിലിൽ പ്രവേശിച്ച് പൂർത്തിയാകും. അടുത്ത വർഷം മെയ് മാസത്തോടുകൂടി തന്നെ പുറത്തിറങ്ങാനും കഴിയും. വലിയ സന്തോഷം നിയമസഹായ സമിതി പ്രകടിപ്പിക്കുന്നു, കുടുംബം പ്രകടിപ്പിക്കുന്നു, നാട്ടുകാരൊന്നാകെ പ്രകടിപ്പിക്കുന്നു. മലയാളികൾക്കും സമാനമായൊരു സന്തോഷമുണ്ട്. കാരണം അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനുവേണ്ടി രംഗത്തിറങ്ങിയതാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയുകയും ചെയ്യാം. എല്ലാവർക്കും നന്ദി പറയുകയാണ് നിയമസഹായ സമിതി. ഇതിനുവേണ്ടി പ്രയത്നിച്ചവർക്കും ഒപ്പം തന്നെ ഭരണകൂടങ്ങൾക്കും, ഇന്ത്യൻ ഭരണകൂടത്തിനും സൗദി ഭരണകൂടത്തിനും ഒക്കെ നിയമസഹായ സമിതി ഒരു നന്ദി പറയുകയാണ്. കുടുംബം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല. കുടുംബവും സമാനമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ സൗദിയിലെത്തി റഹീമിനെ കാണാൻ വേണ്ടി ശ്രമിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായി മടങ്ങി വരുന്ന ഒരു വാർത്ത കേൾക്കാൻ തന്നെയാണ് കുടുംബവും കാത്തിരിക്കുന്നത്. ഏതായാലും വലിയൊരു നിയമത്തിൻ്റെ നൂലാമാലകൾക്കിടയിലൂടെയൊക്കെ തന്നെയാണ് ഈ ഒരു കേസ് കടന്നുപോയത്. സ്മൃതി, ഒരു സൗദി ബാലൻ്റെ മരണം സംഭവിക്കുന്നു. അതിന് പിന്നാലെ അബ്ദുൾ റഹീം എന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി ജയിലിലാകുന്നു. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബവുമായുള്ള ചർച്ച, സൗദി ബാലൻ്റെ കുടുംബവുമായൊക്കെയുള്ള ചർച്ച നടന്നതാണ്. ദിയാധനവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നതാണ്. അങ്ങനെ പല പ്രതിസന്ധികളും തരണം ചെയ്താണ് 20 വർഷം തടവ് എന്നൊരു വിധിയിലേക്ക് എത്തുന്നതും ഒടുവിൽ ഇപ്പോൾ ആ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളുകയും ചെയ്തിട്ടുള്ളത്. ആശ്വാസകരമായ കാര്യം, അടുത്ത വർഷം മെയ്യോടുകൂടി തന്നെ അബ്ദുൾ റഹീമിന് ജയിൽ മോചിതനാകാം, കേരളത്തിലേക്ക് തിരികെ എത്താം, കുടുംബത്തിനടുത്തേക്ക് എത്താം. സ്മൃതി.